നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു ട്രെൻഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് ചെയ്യുന്ന സമയത്ത് ട്രെൻഡുകൾക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡുകൾ പുഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ട് ട്രെൻഡിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഏറ്റവും സിമ്പിളായി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പേരാണ് സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിങ്ങിൽ പോവുക. അതിനുശേഷം നമ്മുടെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ടാബിൽ പോയതിനു ശേഷം സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് മൂവിങ് ആവറേജ് സിമ്പിൾ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫേവറേറ്റ്സിലിടുക. അത് ഫേവറേറ്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർട്ടുകൾ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ലൈനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയതിന് ശേഷം ഇതിൽ ഇൻപുട്സ് എന്ന് പറയുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു 50 ആക്കി കൊടുക്കുക. കാരണം ഏകദേശം ഒരു കഴിഞ്ഞ 50 ദിവസത്തെ ഒരു ആവറേജ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈനുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് സൂചിപ്പിക്കേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് 50 ആക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ട ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നതാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ പോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവിങ് ആവറേജ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സ്പോണൻഷ്യൽ എന്ന് കാണാൻ കഴിയുമ്പോൾ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ കാണാൻ സാധിക്കും. അതും എന്ത് ചെയ്യുക, നിങ്ങൾ ഫേവറേറ്റ്സിൽ ഇടുക. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സിൽ ചെറിയ രീതിയിൽ ചേഞ്ചസ് നമ്മൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. സെറ്റിങ്സിൽ പോവുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതും 50 മാറ്റുക. അതിനുശേഷം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മൂവിങ് ആവറേജുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റൈലിൽ പോയതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, കളർ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഒരു ഗോൾഡൻ കളർ കൊടുക്കുക, നമുക്കൊരു ഗോൾഡൻ കളർ കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈൻ ഒന്നുകൂടി ഒന്ന് സ്ട്രെങ്തൻ ആക്കുക, അതിൻ്റെ കട്ടി ജസ്റ്റ് ഒന്ന് കൂട്ടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രണ്ട് ലൈനുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ചാർട്ടിൽ കാണാൻ സാധിക്കും അല്ലേ. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഈ ഓറഞ്ച് ലൈനാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത്, ഈ ബ്ലൂ ലൈനാണ് സിമ്പിൾ മൂവിങ് ആവറേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിമ്പിൾ മൂവിങ് ആവറേജിനെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അപ്പ് ട്രെൻഡിലോട്ട് ഡൗൺ ട്രെൻഡിലോട്ട് പോകും. ഇപ്പോൾ ഈ സിനാരിയോ ജസ്റ്റ് നോക്കൂ, അതായത് ഈ ബ്ലൂ ലൈൻ, അതായത് സിമ്പിൾ മൂവിങ് ആവറേജിന് എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു. അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്തായി മാറുന്നു, ബുള്ളിഷായി മാറുന്നു. ഇനി വേറെ സിനാരിയോസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുക, ഈ ഒരു സിനാരിയോ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു സിനാരിയോ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കൂ, എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിമ്പിൾ മൂവിങ് ആവറേജിന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, അപ്പ് ട്രെൻഡിലോട്ട് പോകുന്നു. അതേപോലെ ഈ സിനാരിയോ നോക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിമ്പിൾ മൂവിങ് ആവറേജിനെ എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഇനി ഈ സിനാരിയോ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, സിമ്പിൾ മൂവിങ് ആവറേജിനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു. ഇനി ഈ സിനാരിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നോക്കുക, സിമ്പിൾ മൂവിങ് ആവറേജിന് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു. ഇത്തരത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് ഈ സിമ്പിൾ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഈ രണ്ട് മൂവിങ് ആവറേജുകൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭയങ്കരമായിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത്തരത്തിൽ ട്രെൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരു ബിഗിനർ ട്രേഡറെ സംബന്ധിച്ച് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായിരിക്കും, ഹെൽപ്പായിരിക്കും. ഇനി ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഇതിലോട്ട് ട്രെൻഡ് ലൈൻസും മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടും എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ട്രേഡർ ആണ് അല്ലെങ്കിൽ ബിഗിനർ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെൻഡ് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഈ സിമ്പിൾ മൂവിങ് ആവറേജും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജും. അപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തോട് കൂടി എന്ത് ചെയ്യുക, ഈ ഇൻഡിക്കേറ്റേഴ്സ് കൂടി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്ത് നോക്കുക. ഇനി ആഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ട്രേഡിംഗ് ക്വാളിറ്റിയിൽ എന്തെങ്കിലും തരത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ എന്ത് ചെയ്യുക, അറിയിക്കുക. അപ്പോൾ ഇതുപോലെ പുതിയതായിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ്, ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയ വീഡിയോകൾക്കായി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.